എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 4 ചേട്ടന്മാരായിരുന്നു. അപ്പോൾ അവർ ഒക്കെ എന്നോട് വളരെ സ്നേഹത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ അറിയാലോ, നമ്മളെ വീട്ടിലെ ദാരിദ്ര്യം കാരണം അമ്മ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചാൽ എനിക്ക് 4 ജ്യേഷ്ഠന്മാരുള്ളപ്പോൾ എല്ലാവരെയും ലാസ്റ്റ് വരുന്നതാണ്. ഇങ്ങനെ മാറി മാറിയിട്ടാണ് വരിക. ഒരാൾക്ക് കൊള്ളാണ്ടാകുമ്പോൾ മറ്റാൾക്ക് കൊടുക്കുക, മറ്റാളത് പാകാവുണ്ടാകുമ്പോൾ അങ്ങനെ മാറി മാറി വരുമ്പോൾ എനിക്ക് ഡ്രസ്സ് സമൃദ്ധിയായിരുന്നു. 4 ജ്യേഷ്ഠന്മാരെ അതിൽ 3 ജ്യേഷ്ഠന്മാർ, ഒരു ജ്യേഷ്ഠൻ അവിടെ ഇല്ല, മറ്റു 3 ജ്യേഷ്ഠന്മാരുടെ ഡ്രസ്സും എനിക്ക് സമൃദ്ധിയായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതിന് മൂടൊക്കെ ഇങ്ങനെ കീറും. മൂടൊക്കെ കീറിയിട്ട് ഇങ്ങനെ രസമാണ്. മൂട് കീറാൻ കാരണമുണ്ട്, നമ്മൾ നല്ല കുട്ടിയും അനുസരണമുള്ള കുട്ടിയായ കാരണം നമ്മൾ ഈ മാട്ടത്തിന്റെ മുകളിലൊക്കെ കയറി നിരങ്ങുന്ന ഒരു പരിപാടിയുണ്ട് പാട്ടത്തിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി 4 വർഷം നടക്കുമ്പോൾ മൂടിന്റെ ഒരു വട്ടന 2 ഭാഗത്തും വട്ടന കീറി പോകും. മിക്കവാറും കാക്കി ട്രൗസർ ആവുക. കാക്കി ട്രൗസർ കുറെ ലാസ്റ്റ് ചെയ്യും. എന്തോന്നറിയില്ല, എല്ലാവർക്കും കാക്കി ട്രൗസറാണ് അന്ന്. ഈ ട്രൗസറിന് കുടുക്കുണ്ടാവാൻ സാധ്യത കുറവാണ്. 2 ചേട്ടന്മാരും ഉപയോഗിച്ചിട്ട് 3ാമതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കുടുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുടുക്കൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഞാൻ പോകുന്നുണ്ടാവുക. ഈ മൂട് കീറി കഴിഞ്ഞാൽ അമ്മ കൊണ്ടുപോയിട്ട് അത് തയ്പ്പിക്കും. അത് ഇത് അന്ന് ഗ്യാരണ്ടിയിൽ പെട്ടതാണെന്നുണ്ടത്. ഈ തയ്ക്കുന്ന ആള് തന്നെ മൂട് കീറിയാലെ ഫ്രീ ആയിട്ട് തുന്നി തരണം. അത് തയ്ച്ച കടയിൽ തന്നെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് സർവീസിന്റെ ഭാഗമായിട്ട് അന്ന് ചെയ്തു തരണം. അപ്പോൾ ഇദ്ദേഹമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മേനായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇദ്ദേഹം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ ഓരോ മൂട്ടിലും ഓരോ കഷ്ണം വെച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മേനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാള് ഇങ്ങനെ തപ്പി വെട്ട് കഷ്ണം എടുക്കും. എടുക്കുമ്പോൾ കിട്ടിയ കളർ എന്താണോ അത് വെച്ച് തയ്ക്കും. പിന്നെ അടുത്ത മൂടിന് വേറൊരു കഷ്ണം എടുക്കും, അതും തയ്ക്കും. അപ്പോൾ കാക്കി ട്രൗസറാവും. തുന്നി വരുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് പച്ചയും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചുവപ്പും ഇത് വെച്ച് അടിച്ചിട്ടുണ്ടാവും. അതായിട്ട് പോലും നമ്മളായിട്ട് നടക്കും. അത് ഭയങ്കര ഡിസൈനാണ്. ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഇന്നാള് ഞാനും ചേട്ടനും കൂടിയിട്ട് ബമ്പർ സീരിയൽ പോയപ്പോൾ എനിക്കത് ഓർമ്മയിൽ വന്നിട്ട് ആ ഒരു രീതിയിലാണ് ശിവചേട്ടന്റെ ഫാൻറ്റിന്റെ മൂട്ടില് ആ കളറുകൾ ഡിസൈൻ ചെയ്തത്. എന്തുകൊണ്ടോ ബമ്പറിന്റെ ബസർ അടിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചെറുപ്പത്തിലത്തെ ആ ഒരു ഓർമ്മ എനിക്ക് ബമ്പർ സീരിയൽ പോയപ്പോൾ ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങള് ചെറുപ്പത്തിൽ എല്ലാവരെയും ട്രൗസറൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് കിട്ടുമ്പോൾ കുറച്ചുകൂടി പഴുതാവുന്ന കാരണം മൂട് കുറച്ചധികം കീറി ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ കുടുക്കുകൾ ഉണ്ടാവാറില്ല. അത് കാരണം കുടുക്കിടേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും 4ാം ക്ലാസ് വരെ പഠിച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് സ്കൂളിലൊക്കെ പോയി. 5ല് തൊഴിൽ സ്കൂളിൽ പോയി. അവിടെ പോകുമ്പോൾ പിന്നെ മിക്കവാറും ദിവസം സ്കൂളിൽ ഉണ്ടാവാറില്ല സമരമായിട്ട്. ഇനിയിപ്പോൾ അത് ഉള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ കയറാറില്ല. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുബ്രു എന്നിട്ട്. ഞങ്ങൾ ചെറുപ്പത്തോട്ടെ എല്ലാ വികൃതിക്കും അവരുണ്ടാവും. ഞാനും അവനും കൂടിയിട്ടാണ് എല്ലാ കന്നത്തരവും ഒപ്പിക്കുക. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇരട്ട പ്രസവിച്ച പോലെയാണ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെയാണ്. ഇപ്പൊ അവന്റെ അമ്മ ഏതാണ് എൻ്റെ അമ്മ ഏതാന്ന് വ്യത്യാസമില്ലാണ്ട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അവിടെ അവരുടെ വീട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പോയിരിക്കും. ഞാൻ കളിക്കാൻ പോകുമ്പോൾ സുബ്രുവിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോവും, സുബ്രു എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണ് ഞങ്ങള് അങ്ങോട്ടും പോവുക. എന്നിട്ട് രണ്ടാളും അങ്ങനെ പറഞ്ഞിട്ട് പോന്നിട്ട് ഞങ്ങള് ചെന്നിരിക്കുക ഏതെങ്കിലും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പാടാണ്, പാടത്തിന്റെ മാട്ടത്തിന്റെ അവിടെ ചെന്നിരുന്നിട്ട് വീഡിയോ വലിക്കും. വീഡിയോ വലിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വീടി കുറ്റി പറക്കിയിട്ട് വലിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ചകിരിയുടെ ഉള്ളില് കണലിട്ടിട്ട് അതായിട്ട് പോയി പാടത്തിന്റെ അവിടെ പോയിരിക്കും. മാട്ടത്തിന്റെ മുകളിൽ ചാരി കിടന്നിട്ട് ഇങ്ങനെ വീടി കുറ്റികൾ ഇങ്ങനെ വലിക്കും. ഇങ്ങനത്തെ നല്ല ചെറുപ്പത്തിൽ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങള്. മാട്ടം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? മാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പാടത്തിന്റെ തിട്ടയ്ക്ക് മാടി പിടിപ്പിക്കും, ഇങ്ങനെ സ്ലോപ്പ് പോലെ. അതിനാണ് ഈ മാട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിന്റെ മുകളിൽ നിന്നിട്ട് നിരങ്ങ. അന്നത്തെ ഞങ്ങൾ വീഗാലാൻഡാണ് അത്. വീഗാലാൻഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ നിരങ്ങി വരില്ലേ, അതേപോലെ നിരങ്ങി വന്നിട്ട് അതാണ് ഞങ്ങളുടെ വീഗാലാൻഡ്. പിന്നെ അതിന് ഓടിക്കയറും, വീണ്ടും നിരങ്ങും. മാട്ടം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല, അതാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചാരി കിടന്നിട്ടാണ് വീഡിയോയിലൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ പോവും. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊരു അനുഭവം വെച്ചാല് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞല്ലോ, രാജസ്ഥാനിലാണ് മൂത്ത ചേട്ടൻ. ഈ ലീവിന് വന്നപ്പോൾ ഒരു ദിവസം പോയിട്ട് വരുമ്പോൾ ഒരു തെരുവ് നായനെ പിടിച്ചു കൊടുക്കണം. തെരുവ് നായനെ പിടിച്ചു കൊടുന്ന് വീടിന്റെ മുകളിൽ, വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു കഴുങ്ങുണ്ട്, അതിന്റെ മുകളിൽ ചങ്ങലക്കിട്ട് കെട്ടിയിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു അതിനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്, അതിന്റെ അടുത്തേക്ക് പോവൊന്നും ചെയ്യരുതിട്ടാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ എന്നോട് എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കുന്ന ഒരു കുട്ടിയെ കാരണം ഞാൻ ചേട്ടൻ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. ചേട്ടൻ അതിനെ കെട്ടിയിട്ടിട്ട് പോയി.
കെട്ടിയിട്ടിട്ട് പോയിട്ട് പോയ വഴിക്ക് തന്നെ ഞാൻ സുബ്രുവിൻ്റെ അടുത്തേക്ക് പോയി. നമുക്കൊരു ഏരനെ കിട്ടിയിട്ടുണ്ട് വായോ എന്നും പറഞ്ഞ് അവനെയും കൂടി വിളിച്ച് വന്ന് വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും സുബ്രും മാത്രം. ഞങ്ങൾക്ക് ഒത്തു കിട്ടിക്കണ ഒരു സാധനത്തിനെ ഉപദ്രവിക്കാനായിട്ട്. കെട്ടിയിട്ടൊക്കെ ചങ്ങലക്കിട്ടൊക്കെ ഒന്നും ചെയ്യില്ല. ആ വട്ടത്തിൽ കിടന്ന് കറങ്ങാനുള്ള അവൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വലിയ വടി എടുത്തിട്ട് ദൂരെ നിന്ന് മാറി അതിനെ കുറെ അടിച്ചു. പറമ്പിലുള്ള കല്ല് കട്ട അതൊക്കെ എടുത്ത് അതിനെ എറിഞ്ഞ് മാക്സിമം ഞങ്ങൾ ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് സമാധാനമായി, മനസ്സമാധാനമായി. ചേട്ടൻ വരണ വരെ അവരെ ഉപദ്രവിച്ചു. ചേട്ടൻ്റെ നേരിൽ ദൂരം കണ്ടപ്പോൾ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് അവിടെ നിന്ന് മാറിയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ചേട്ടൻ വന്ന് നോക്കുമ്പോൾ ചേട്ടന് മനസ്സിലായി ഞങ്ങൾ അതിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ചേട്ടന് മനസ്സിലായി. കാരണം വെച്ചാൽ പറമ്പിലെ എല്ലാ കല്ലും മുട്ടിയും എല്ലാം ഈ കഴുകൻ്റെ കടയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, നിങ്ങളതിനെ ഉപദ്രവിച്ചു? ഇല്ല, ഞങ്ങളൊന്നും ഉപദ്രവിച്ചില്ല പറഞ്ഞു. ചേട്ടൻ ചീത്ത പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ പോയി. അന്ന് വൈകിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കുകയാണ്. നായ്ക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആകാംക്ഷയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു തിണ്ണയുണ്ട്, തിണ്ണാന്ന് പറയും, ഇപ്പം എന്തെന്നാ പറയാന്ന് അറിയില്ല. അതിന് ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് പോലത്തെ സാധനം സിമെന്റിന്റെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, തിണ്ണാന്ന് പറയും. അപ്പോൾ ഈ തിണ്ണയുടെ മുകളിൽ കയറിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് നിൽക്കുമ്പോൾ നേരെ എൻ്റെ താഴെയാണ് ഈ നായക്കുട്ടിക്ക് ചേട്ടൻ ചോറ് കൊടുക്കുന്നത്. നായക്കുട്ടിയല്ല, വലിയ നായ, തെരുവ് നായ. അതിന് ചേട്ടൻ ചോറ് കൊടുക്കുന്നു. അപ്പോൾ അതിന് ചങ്ങല പിടിച്ചിട്ടുണ്ട് കയ്യിൽ, അത് ചോറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിൽ തോന്നി, ഞാനിപ്പോൾ എനിക്ക് വീണാ എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചത് കൂടെ മാത്രമല്ല, ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സ് പോണടത്തേക്ക് ശരീരം പോയി നേരെ നായയുടെ മേലേക്ക് വീണു. നായയുടെ മേത്തേക്ക് വീണ് നോക്കുമ്പോൾ നായ ശരിക്കും അങ്ങോട്ട് കടിച്ചു നോക്കുമ്പോൾ അന്നിൻ്റെ കുഞ്ഞ് ഇതല്ലേ, ഒരൊറ്റ വായ്ക്കകത്ത് കൊണ്ടു ശരിക്ക് അത് കടിച്ചു. 2 പല്ല് ശരിക്കിൻ്റെ ഇതിൽ വീണു. അപ്പോഴേക്കും ഭയങ്കര ബഹളമായി. അമ്മ ഓളിയിട്ടിലും എല്ലാവരും ഓളിയിട്ടിലും ബഹളം വെക്കലും എന്തെന്ന് പറയണു. ചേട്ടൻ ഈ നായനെ അടിച്ച് തെറിപ്പിച്ചു, എന്നെ മാറ്റിയെടുത്തു. എൻ്റെ ചന്തിമെന്ന് ഒരു കഷ്ണം നായയുടെ വായിലേക്കായി, ഒരു ട്രൗസർ അടക്കം. അങ്ങനെ അന്നൊരു കടി കിട്ടി. ഈ കടി കിട്ടി നോക്കുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ അമ്മ ചേട്ടനെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി. ചേട്ടൻ അങ്ങനെ ഇങ്ങനെ. പക്ഷേ നായക്ക് അടിച്ചത് നായയുടെ മേൽക്കാൻ വീണതും പിന്നെ കാലത്ത് നായക്കാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയത്. കാലത്ത് ഞങ്ങൾ ഉപദ്രവിച്ചതിൻ്റെ ഒക്കെ നായ പകരം വീട്ടാനുള്ള ഒറ്റക്കടിയിൽ നായ അവസാനിപ്പിച്ചു. ഇന്നെന്ന് പറയണ പൊളിഞ്ഞ കുണ്ടിയായിട്ട് വ്യത്യാസം പുത്തമ്പള്ളിയിലേക്ക് പോയി. ഇന്നത്തെ മാതിരി ഇഞ്ചക്ഷൻ അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. പുത്തമ്പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ പോയി ജാറത്തിൻ്റെ അവിടെ പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു തങ്ങളുണ്ട്, പുള്ളിയെ കണ്ടു. ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷമൊന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് മണൽ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇന്നെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം മൊത്തം മൂത്ത ജ്യേഷ്ഠന്. വെച്ചാൽ പുള്ളി കാരണമാണ് വന്നത്. പുള്ളീനെ അമ്മ ചീത്ത പറയണം, എന്നും ചീത്ത പറയും, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ മരുന്നൊക്കെ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വരുമ്പോൾ പറഞ്ഞു നാരങ്ങ കഴിക്കരുതിട്ടാന്ന് പറഞ്ഞു. തങ്ങളിനോട് നാരങ്ങ കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയില്ലല്ലോ. നാരങ്ങ കഴിക്കരുത്, നാരങ്ങ കഴിച്ചാലേ കുഴപ്പമുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് ഇപ്പം എനിക്ക് മുറി പറ്റിയതൊന്നല്ല എൻ്റെ പ്രശ്നം. എവിടുന്ന നാരങ്ങ കിട്ടുക, എങ്ങനെ നാരങ്ങ കഴിക്കുക? വീട്ടിൽ നിന്ന് എന്തായാലും തരില്ല. നാരങ്ങ കഴിക്കണം. കഴിച്ചാൽ എന്താ ഉണ്ടാവണമെന്ന് അറിയണമല്ലോ. ഇതൊരു ആകാംക്ഷയാണ്. എന്തെങ്കിലും അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം. ഇന്നിപ്പോൾ ഈ മയക്കമരുന്നിനൊക്കെ പറ്റിയിട്ട് ഈ അരുതുകൾ പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ചെറുപ്പക്കാലം ഓർമ്മ വരാറ്. അപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ഇപ്പോൾ ഈ മയക്കമരുന്നിനെതിരായിട്ട് കുറേ ആൾക്കാർ വീഡിയോസും ഷോർട്ട് ഫിലിമുകളും പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കൂടുതലും അരുത് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇതിന് ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ടോ? എന്നെ പോലത്തെ കുട്ടികൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ചിലർ 50% എന്നെ പോലത്തെ നല്ല സ്വഭാവമുള്ള കുട്ടികളുണ്ടാവുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നത്. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് ചെയ്യണം എന്നുള്ളൊരു ദ്വര ഉണ്ടാവും. കുട്ടികൾക്കല്ല, വലുതായിട്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ സ്വഭാവം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാണ്ട് എനിക്ക് അത് അങ്ങനെ ഒരു പ്രത്യേക മൈൻഡാന്ന് തോന്നുന്നു. അത് പോട്ടെ. അപ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിച്ച് വെച്ചാൽ ഞാൻ പല ആൾക്കാരും ഈ മയക്കമരുന്നിനെതിരെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളിത് പരസ്യം ചെയ്യുകയാണോ അതോ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്ട് ഇവിടെ അതിന് പ്രസക്തി ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ നാരങ്ങ കിട്ടണം എനിക്ക്. ഈ നാരങ്ങക്ക് വേണ്ടിയിട്ട് രക്ഷയില്ല. അന്ന് പൈസയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്ന് അമ്മേരെ പൈസ ഞാൻ മോഷ്ടിച്ചിട്ട് നാരങ്ങ പോയി മേടിച്ചു. അപ്പം നാരങ്ങ കഴിക്കരുതെന്ന് പറഞ്ഞ് ഏത് നാരങ്ങ കഴിക്കരുതെന്നാ പറഞ്ഞുള്ളതെന്നുള്ളതൊക്കെ കൺഫ്യൂഷനായി.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു മധുര നാരങ്ങ മേടിച്ചു, ഒരു ചെറുനാരങ്ങ മേടിച്ചു, 2 നാരങ്ങ മേടിച്ചു, വീട്ടിൽ കൊടുന്നു. ആരും കാണാതെ തിന്നാണല്ലോ ഇത് തിന്നു. ഇത് തിന്നിട്ട് എനിക്ക് വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. നായ കടിച്ചു കഴിഞ്ഞാൽ നാരങ്ങ കഴിച്ചാൽ പേ ഇളകും എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ കുറേ നായരെ പോലെ ഗോഷ്ടികളൊക്കെ കാണിച്ചു നോക്കി, എന്നിട്ടും വിഷം ഇളകണില്ല. കുറേ ഇങ്ങനെ എന്നൊക്കെ കുറേ ആക്കും, കുറേ കുരച്ച് നോക്കും, എന്നിട്ടും വിഷം ഇളകണില്ല. അങ്ങനെ മനസ്സിലായി ഇപ്പം നാരങ്ങ കഴിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നാരങ്ങ അന്ന് ഇടിച്ച് കഴിച്ചു, ആരും അറിയാണ്ട കഴിച്ചത്. പിന്നീട് വീട്ടിൽ ഇങ്ങനെ സദ്യകളിലൊക്കെ പോകുമ്പോഴും ഇവിടെയൊക്കെ നാരങ്ങ വേണ്ടെന്ന് വീട്ടിലുള്ളവർ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്ത് തന്നേക്ക് ഞാൻ കഴിച്ചു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട് പറയും ഞാനത് അന്ന് തന്നെ കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അങ്ങനത്തെയാണ് എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു അനുഭവം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പടക്കം പൊട്ടിക്കുമ്പോൾ വന്നുള്ള ഇത്, പടക്കം ഊതി പൊട്ടിക്കുക, അത് ഈ തിരി പോയ പടക്കം ഉണ്ടാവും, അതിങ്ങനെ കണലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതും. ഇത് കത്താണ്ടാകുമ്പോൾ ഊതിയിട്ട് കത്തിക്കുമ്പോൾ അത് പൊട്ടിയിട്ട അവസ്ഥ അറിയാലോ. അങ്ങനെ കണ്ണും മൂക്കൊക്കെ ഇതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ രീതിയിൽ ഇങ്ങനെ കുരുത്തക്കേടുകൾ. അവർ പാടത്ത് മീൻ പിടിക്കാൻ പോവും, മീൻ പിടിക്കുമ്പോൾ പാമ്പുകൾ കടിക്കും. അത് ഈ ചേറ്റ് പാമ്പ് ഇതൊക്കെ ആവുക. എന്ത് പാമ്പ് കടിച്ചാലും വീട്ടിൽ മുണ്ടില്ല. ചില പാമ്പ് കടിച്ചാൽ പിന്നെ അന്ന് അത്താഴപ്പട്ടിണി പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതേപോലെ അങ്ങനെ കാരണം പാമ്പ് കടിക്കല്, നായ കടിക്കല്. ഇന്നെ കടിക്കാത്ത ജീവികൾ അപൂർവമുള്ളൂ. ഓന്തിനെ പിടിക്കും. ചെറുപ്പത്തിലെ വേറൊരു വിനോദമാണ് ഓന്തിനെ പിടിക്കല്. ഓന്തിനെ പിടിച്ചിട്ട് ഞാനും സുബുരും, എൻ്റെ കൂടെ സുബുരു എല്ലാറ്റിനും ഉണ്ടാവട്ടെ. ഈ എല്ലാ പറഞ്ഞ കാര്യത്തിനും അവൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളെ ഇരട്ടകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 2 വീട്ടിൽ ജനിച്ച ഇരട്ടകളാണ്. അപ്പോൾ ഞാൻ സുബുരും കൂടിയിട്ട് ആണ് ഈ ഓന്തിനെ പിടിക്കലതൊക്കെ. ഈ ഓന്തിനെ പിടിച്ചിട്ട് ഈ ഓന്തിനോടുള്ള വിരോധം വരാൻ കാരണം ചില ഈ ആൾക്കാർ പറഞ്ഞ കെട്ടുകഥകളാണ്. ചില കർത്താവായ യേശു കുരിശിൽ കിടക്കുമ്പോൾ ഓന്ത് വെള്ളം ചോദിച്ചിട്ട് മൂത്രം കൊടുത്തു എന്ന് അങ്ങനെയൊക്കെ ഒരു കഥകളൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഓന്തിനോട് എന്തോ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഈ ഓന്തിനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൊല്ലാതെ കണ്ടിട്ട് പകുതി ഇതാക്കിയിടും. എന്നിട്ട് അതിൻ്റെ വായിൽ ഈ സിഗരറ്റ് കുറ്റി, അന്ന് സിഗരറ്റ് കുറ്റി കിട്ടാൻ വലിയ പാടാ, സിഗരറ്റ് കുറ്റി കത്തിച്ചിട്ട് അതിൻ്റെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഓന്തിരുന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ശരിക്കും വെടി വയ്ക്കുന്നവർ സിഗരറ്റ് വലിക്കും. ഓന്തിനെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കുക, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ ഒരുപാട് വിക്രസകളൊക്കെ ഇതൊക്കെ വീട്ടുകാർ അറിയാതെ തന്നെ ചെയ്യട്ടെ. വീട്ടുകാർ അറിഞ്ഞാൽ ഞാൻ അടി കിട്ടും. അടി കിട്ടാത്ത ദിവസം കുറവാണ്, എന്നും അടി കിട്ടും. അപ്പോൾ അത് ഒരു സ്ഥിരം പതിവായ കാരണം അടി കിട്ടേണ്ട അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒന്നും തോന്നാറില്ല. എന്നും അടി കിട്ടേണ്ട, ഇന്നും അടി കിട്ടി, ഒരു അടി കിട്ടിയില്ലെങ്കിലാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ബാല്യകാലമായിരുന്നു. പിന്നെ കുറച്ചും കൂടി മുതിർന്നപ്പോൾ പിന്നെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നു. ആ ചേട്ടൻ ഗൾഫിൽ പോയപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നു. പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും ഞാനുമായിട്ടാണ് ഉള്ള പൊരുത്തലുകൾ. അച്ഛനാണെന്ന് വെച്ചെങ്കിൽ ഈ അനുസരണം ഇല്ലാത്തതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അച്ഛൻ പഴയ മിലിറ്ററിക്കാരനാണല്ലോ. ഞാനാണെങ്കിൽ അനുസരണയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല കുട്ടിയായ കാരണം എന്നും അച്ഛനായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അച്ഛൻ ഓടിപ്പിക്കും. അച്ഛനായിട്ട് ഒരു ബഹുമാനത്തിലൊന്നും സംസാരിക്കില്ല. അച്ഛനെ വെച്ചാൽ നാട്ടിലാരും അച്ഛനെ അങ്ങനെ പേര് വിളിക്കാറില്ല. ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ്റെ പേര് വിളിക്കണമെന്നും അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വേറെ ഇത് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ മൂത്തവരായാലും വേറെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ മിക്കവാറും നാട്ടിലെല്ലാവരും പാപ്പൻ എന്നാണ് വിളിക്കുക. അച്ഛനും ഒരു ആൾക്കാർ പാപ്പൻ മാതാപ്പൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ആ ബഹുമാനം ഒന്നും അച്ഛന് കൊടുക്കാറില്ല എന്ന് മാത്രമല്ല, അപ്പോൾ അച്ഛനും അടി കിട്ടാൻ നിൽക്കില്ല. ഞാൻ ഓടിപ്പോയിട്ട് 2 ദിവസമൊക്കെ ഒളിവിലൊക്കെ നിൽക്കും. അച്ഛൻ്റെ ദേഷ്യം കഴിയുന്നവരെ വീട്ടിലേക്ക് വരില്ല. ഒളിവിൽ ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അടുത്ത വീട്ടിൽ നിന്ന് അതൊക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ചെറുപ്പത്തിൽ കുറച്ച് മുതിർന്നു കേട്ടോ. 10-14 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ വക പരിപാടികൾ. അങ്ങനെ പാല് കൊണ്ടു കൊടുക്കണം എനിക്ക്. കറക്കും വെളുപ്പിന് 4 മണിക്ക് എണീച്ചിട്ട് 5 മണിയാകുമ്പോൾ പാല് കൊണ്ടു കൊടുക്കണം. അപ്പോൾ പാല് കൊണ്ടുപോയിട്ട് ഈ പീടികളിലൊക്കെ കൊണ്ടു കൊടുക്കും, പോകും വരും. പിന്നെ അതിൻ്റെ പൈസ മേടിച്ചിട്ട് വരണം. അങ്ങനെ അതിന് പുല്ല് കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഭയങ്കര ഒരു കഷ്ടപ്പാട്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പണിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ പണി ഇങ്ങനെ എടുക്കുമ്പോൾ, അപ്പം എൻ്റെ ഒരു ജ്യേഷ്ഠൻ ശിവചേട്ടൻ, അന്ന് പുള്ളി നാടകം കളിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ വീട്ടിലെ പണികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ആളങ്ങനെ ചെയ്യുന്നില്ല.
മൂപ്പർക്ക് നാടകം വന്നതൊക്കെ ആയിട്ട് ഇനിങ്ങാട്ടി മുതിർന്നാണല്ലോ. ഇനിങ്ങാട്ടി ഒരു 7 വയസ്സിന് മൂത്താണ് ശിവചേട്ടൻ. പിന്നെ ഇനിങ്ങാട്ടി നേരെ വേറെ മൂത്ത ചേട്ടനുണ്ട്. ആ ചേട്ടൻ അവിടെ വീട്ടിലിങ്ങനെ പണികളൊക്കെ പോയി. അപ്പോഴേക്കും രണ്ടാമത്തെ ജ്യേഷ്ഠനും ഗൾഫിൽ പോയി. അങ്ങനെ 2 ജ്യേഷ്ഠന്മാരും ഉണ്ട്. അപ്പം മറ്റേ ജ്യേഷ്ഠൻ ഇങ്ങനെ പണിക്കൊക്കെ പോവും, അതൊക്കെ ആവും. എന്തായാലും വീട്ടിലെ എല്ലാവർക്കും ഇളയാളായ കാരണം എല്ലാവരും എന്നെ പറഞ്ഞ് അത് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഒരാളെ അനുസരിക്കുക എന്നുള്ളത്. അത് ചെയ്യടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയായിട്ട് അടികളൊക്കെ കിട്ടാറുണ്ട്. ലാസ്റ്റ് എനിക്ക് തോന്നി ഞാൻ ഈ വീട്ടിലത്തെ ആവില്ല. പിന്നെ ഞാൻ കുറച്ച് കറുത്തിട്ട് മറ്റവരെങ്ങാട്ടിയൊക്കെ ഒരു ലേശം വ്യത്യാസമായിട്ട് എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇവരും പറയും ഞാൻ ആ തവിടിനെ നായാടിയിരിക്കുന്ന തവിടിനെ മേടിച്ചതാന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പം ചിലപ്പോൾ അത് ശരിയാവും, അത് ഞാൻ ഈ വീട്ടിലത്തെ അല്ലേ എന്നുള്ള രീതിയിലേക്ക് തോന്നി. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് ഞാൻ മെല്ലെ ഒരു ദിവസം ഈ പാലിൻ്റെ കാശൊക്കെ വാങ്ങിച്ച് അന്ന് സൊസൈറ്റിയിൽ കുറി ഉണ്ടായിരുന്നു, അതിൻ്റെ അടയ്ക്കാനുള്ള പൈസയും അങ്ങനെ സാധനങ്ങൾ പഠിക്കാനുള്ള പൈസ എല്ലാം കൂടിയിട്ട് എനിക്ക് തന്നു. അതൊക്കെ ആയിട്ട് ഞാൻ സൈക്കിളിൻ്റെ മുകളിൽ ഇതിനുള്ള സഞ്ചിയൊന്നും എടുത്തില്ല. സാധനങ്ങൾ പഠിക്കാനുള്ള സഞ്ചി നിർത്തുന്നതിന് പകരം ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഞാൻ ആ ഇതിൽ വെച്ചു. എന്നിട്ട് എല്ലാ പീടികയിലും പാലിൻ്റെ പൈസ വാങ്ങിച്ചു. അങ്ങനെ കാശ് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു 350 രൂപയായി കയ്യിൽ എല്ലാം കൂടിയിട്ട്. 350 രൂപ അന്ന് നല്ല പൈസയാണ് കേട്ടോ. ഈ പൈസ ഞാൻ മെല്ലെ എന്ത് ചെയ്തു, ലാസ്റ്റ് ഇത് മേടിച്ച കടയിൽ നിന്ന് ഒരു പഴംപൊരി ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ മെല്ലെ അവിടുന്ന് ബസ്സിൽ കയറി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ബസ്സിൽ കയറുന്നത്. ഞാൻ ഏറ്റവും ഇളയ കുട്ടിയെ കാരണം എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും. ചില പെൺകുട്ടികളെ പോലെയാണ്. പെൺകുട്ടികളൊക്കെയാണ് ഇന്ന് അങ്ങനെയില്ല കേട്ടോ. അന്നൊക്കെ പെൺകുട്ടികൾ പോകുമ്പോഴാണ് ഒരാൾ കൂടെ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ അതേപോലെയായിരുന്നു. ഒരു പൂരത്തിന് പോകണമെങ്കിലും ഇടയ്ക്ക് പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ അനുവാദമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലും കയറിയിട്ടുണ്ടാകുന്നില്ല. അന്ന് ഞാൻ ആദ്യം ഓടിച്ചെന്നൊരു ബസ്സിൽ കയറി. എങ്ങോട്ടാ പോകേണ്ടത് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. നേരെ പോയി. അപ്പോൾ അങ്ങനെ പോയിട്ട് തൃശ്ശൂർ ചെന്നിറങ്ങി. തൃശ്ശൂർ ചെന്നിറങ്ങിയിട്ട് അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ അവിടെ തിരഞ്ഞു വരുമല്ലോ ആൾക്കാർ. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണല്ലോ വരിക. അപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് മെല്ലെ തൃശ്ശൂർ അവിടെ നിന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയില്ല. ഒരു സിനിമ ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൻ്റെ അവിടെ പോയി സിനിമ കാണാമെന്നില്ല. അപ്പോൾ രാത്രി അവിടെ തങ്ങും എന്നുള്ളൊരു ചിന്തയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ മൊത്തം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എപ്പോൾ നോക്കിയാലും ഒരാളിനെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഈ ആളനെ എവിടെ പോയി, അപ്പോൾ ഇയാളനെ പിന്നെ നിന്ന് മാറ്റാനും പറ്റില്ല. അങ്ങനെ ലാസ്റ്റാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വെച്ചിട്ട് സിനിമ തിയേറ്ററിൽ പോയി. അവിടെ ടിക്കറ്റ് ലൈൻ നിൽക്കുമ്പോഴും ഇദ്ദേഹം എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളിനെ പിന്തുടരാണ്. അയാൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ എങ്ങനെ ഒളിച്ചോടി പോകുന്ന ചെക്കനാണെന്നൊക്കെ അറിയാം. അപ്പോൾ അവിടുത്തെ ഒരു തൃശ്ശൂർ റൗണ്ടിലെ ഒരു റൗഡിയാണ്, അല്ലെങ്കിൽ ടപ്പോറികളായിരിക്കും അവിടുത്തെ ബഷീർ ടീമാവും എന്തായാലും. ഞാനപ്പോൾ എന്ത് ചെയ്തു, അയാളായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ വേറെ നോക്കിയില്ലാത്ത ഇയാളായിട്ട് പരിചയപ്പെട്ട് ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ ഇയാളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ പോവുക, വീട്ടിലേക്ക് പോകുമോ എന്ന് വെച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുള്ളിയുടെ പരിചയപ്പെട്ട പുള്ളിയുടെ വീട്ടിൽ പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ പുള്ളി പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിടക്കുള്ളൂ, റോഡിൽ സൈഡിൽ എവിടെയെങ്കിലും കിടക്കുകയാണ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല അപ്പോൾ അത് ഇങ്ങനെ ശരിയാവുക, എനിക്ക് അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ലോഡ്ജിൽ എവിടെയെങ്കിലും റൂം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ല അതിൻ്റെ ആവശ്യമില്ല, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കാൻ നമുക്കാണ്. എനിക്ക് പറ്റില്ല, എനിക്കങ്ങനെ ശീലമല്ല എന്ന് പറഞ്ഞ കാരണം. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും ലോഡ്ജിൽ റൂം എടുക്കാം, റൂം എടുത്തതിന് ശേഷം വന്നിട്ട് സിനിമയ്ക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെക്കൻഡ് ഷോ സിനിമ വിട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ ചെക്ക് ചെയ്യുമോയെന്ന് ചോദിച്ചു. കസാരയിൽ ഇരുന്ന് ഉറങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നേരം വിളിച്ചാകുമ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ നോൺ ഷോയ്ക്ക് വേണ്ടി തുറക്കുമ്പോൾ പുറത്തേക്ക് കിടക്കാമല്ലോ വെച്ച് പറഞ്ഞു. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ എല്ലാ സീറ്റും ചെക്ക് ചെയ്തിട്ടാണ് അവർ അടയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. എല്ലാം ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ അവിടെ ആ ഓപ്ഷനും പോയി. പിന്നെ റൂം എടുക്കാൻ തന്നെ ഉദ്ദേശിച്ചു. ഞാൻ എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ റൂം എടുക്കുക എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചെറുപ്പം, എനിക്ക് അന്നൊരു 14 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി വായോ റൂം എടുക്കാറുണ്ട്. ഇയാളും ഞാനും കൂടിയിട്ടൊരു റൂമിൻ്റെ അപ്പോൾ അങ്ങനെ എടുക്കേണ്ടത് റൂം എവിടെയാണ്, ഹോട്ടൽ എവിടെയെന്ന് കാര്യം അവിടെ കൊണ്ടുപോയി. മൂപ്പര് ഭയങ്കര ഉഷാറായിട്ട് പറഞ്ഞു വന്നു. പൈസയൊക്കെ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഉഷാറായി വന്ന് റൂമിന് ഇത് പോയി. അപ്പോൾ കൗണ്ടറിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി, സന്തോഷമായി.
ഇനിയിപ്പോൾ അയാളെന്നെ ഇതാക്കണേ. അപ്പം ഞാൻ ഓടി തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ ഞാൻ റൂം എടുത്തിട്ട് ചാവി തന്നു. ചാവി എന്നിട്ട് പറഞ്ഞ് ഇത്ര നമ്പർ റൂമാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എന്നിട്ട് ഓക്കെ എന്നാൽ ചേട്ടൻ പൊക്കോന്നിട്ട് ആളോട് മറ്റേ വന്ന ആളോട് ഞാൻ പറഞ്ഞു, ഏയ് അല്ല വേണ്ട, നമുക്ക് സിനിമ കണ്ടായിരുന്നു, സിനിമ ഒന്നും കണ്ട, ഞാൻ ഭയങ്കര ടയർഡാണ്, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാട്ട് പോയി. അയാൾ പോയതിനു ശേഷം ആ ഹോട്ടലിൻ്റെ ആള് പറയണ ഇയാളെ നിങ്ങൾ എങ്ങനെ പരിചയം വെച്ചാൽ പറഞ്ഞ് പരിചയമല്ല, എങ്ങനെയാണ് സംഭവം, എൻ്റെ പിന്നാലെ കൂടിയതാണ്. അപ്പോൾ പറഞ്ഞ അവിടുത്തെ ഗുണ്ട സംഘങ്ങളിൽ പെട്ട ആളാണ് അത്, ചിലവര് പിടിച്ചുപറി അങ്ങനെയുള്ള പല അവർ ചെയ്യാത്ത വൃത്തികേടുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അയാളെ ഇന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തായാലും വീട്ടിലേക്ക് പോകില്ല എന്നുള്ള ദൃഢനിശ്ചയമായി. അങ്ങനെ ഞാൻ ഇങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരോട് ഇങ്ങനെ തിരക്കി, എന്തെങ്കിലും ജോലി തരുമോ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളോട് ജോലി വെച്ചപ്പോൾ ആൾ പറഞ്ഞു, ഒരു അഡ്രസ്സ് പറഞ്ഞു തന്നു, കൊടുങ്ങല്ലൂരൊരു അഡ്രസ്സ് പറഞ്ഞു തന്നെയാണ്, അവിടെ പോയാൽ മതി, ആളെ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. ശരി, എന്ത് ജോലിയാലും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയി കൊടുങ്ങല്ലൂർ പോയി അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സില്ല, അവിടെ ഒരാളുമില്ല. അപ്പം എനിക്ക് അന്നും അവിടെ വൈകുന്നേരമായി തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് തോന്നി ഏതെങ്കിലും ഹോട്ടലിൽ ജോലിക്ക് കയറാം, ക്ലാസ് കഴുകാനാ എന്തെങ്കിലുമൊക്കെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടുമല്ലോ. കയ്യിൽ കാശുണ്ടായിരുന്നു അപ്പോൾ, പക്ഷേ കയ്യിലെ കാശ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ജോലി വെച്ച് പിടിക്കണം. ഇനി എന്തായാലും വീട്ടിലേക്ക് ഇല്ല എന്നുള്ള ഉറപ്പിലാണ് ഞാനതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് കൊടുങ്ങല്ലൂർ പോയി അവിടെ കുറേ ഹോട്ടലുകളിലൊക്കെ പോയി ഇങ്ങനെ ആദ്യം പോയിട്ട് അവിടെ പോയി കുത്തിരുന്നിട്ട് ഒരു ചായ കുടിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, ഇവിടെ പണിക്കാളെ വേണോ, ഇങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ അവർ പറഞ്ഞില്ല, ഇവിടെ ഇല്ല, അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി നോക്കുന്നു. അങ്ങനെ 2-3 ഹോട്ടലിൽ പോയി. ഒരു ഹോട്ടലിൽ പോയി നോക്കുമ്പോൾ അപ്പോഴേക്കും രാത്രി ആയിരുന്നു. അവിടെ ഞാൻ അവിടെ പോയി നിന്നു. അയാൾ പറഞ്ഞു, ശരി ഇവിടെ നിങ്ങൾ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെയൊക്കെ ആ പ്രായം ഉണ്ടെന്നാണ്, അദ്ദേഹം ഇത്രയോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിലാരൊക്കെ ഉണ്ട് എന്താണോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ അറിയില്ല, എന്നോട് ഒരു അനിയനെ പോലെ സ്നേഹം തോന്നിയിട്ട് ആൾ പറഞ്ഞു, നീ വായോ നമുക്കൊരു സിനിമ കാണാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ആൾ ഹോട്ടലിൽ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ, വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു, 2 ആളും പോയി കുളിച്ചു. എന്നിട്ട് പോയി സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് കൊണ്ടുപോയി വന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ, നാളെ നേരം വിളിച്ചാകുമ്പോൾ ഞാൻ തന്നെ ഒരു വണ്ടി കയറ്റി തരും, അതിൽ കയറി ഇരുന്നിട്ട് വീട്ടിൽ പോകണം, പിന്നെ വേറെ ഒന്നും ചിന്തിക്കരുത്, എൻ്റെ അനുസരിക്കണം, ഞാൻ പറയണ അനുസരിക്കണം, വേറെ എവിടേക്കും പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഗുരുവായൂർക്കുള്ള വണ്ടി കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ അത് എന്തോ ജീവിതത്തിൽ അനുസരണശീലമില്ലാത്തൊരു വ്യക്തി ആദ്യമായിട്ട് അനുസരിച്ചൊരു വാക്ക് ചിലപ്പോൾ അതായിരിക്കാം. അദ്ദേഹം പറഞ്ഞനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ നരകിച്ച ജീവിതം അനുഭവിക്കുന്നുണ്ടാവും. ആൾ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിലെ സ്ഥിതി ഭയങ്കര ശോകമാണ്. അച്ഛൻ ഒരു വലിയ വില്ലനാന്ന് കരുതിയിരുന്ന ഞാൻ, അച്ഛനോട് സ്നേഹം ഉണ്ടെന്നും അച്ഛൻ കരയണത് കാണുന്നൊക്കെ ഞാൻ അന്നാ. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അച്ഛൻ പാടത്ത് വരമ്പുകളൊക്കെയായിരുന്നു. ഞാൻ പാടത്തേക്ക് പോയപ്പോൾ എന്നെ കണ്ടവയ്ക്ക് അച്ഛൻ കരഞ്ഞു. അപ്പോൾ അച്ഛൻ കരഞ്ഞവയ്ക്ക് ആകതായി. അപ്പോൾ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ പോയിട്ടൊരു 3 ദിവസമായി. ഈ 3 ദിവസം അമ്മ ഒരു ജലപാനം കഴിക്കാതെ ഉള്ള അമ്പലങ്ങളിലും മന്ത്രവാദികളുടെ അടുത്തും ഇതൊക്കെ പോയിട്ട് ഇങ്ങനെ അലയാണ്, മോനെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും, അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിൽ ഇന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണെന്നും എന്നോട് എനിക്ക് തോന്നിയതൊക്കെ വെറുതെ ആണെന്നുള്ളതൊക്കെ ചെറുപ്പത്തിലൊരു തോന്നലാണത്. അപ്പം പിന്നെ കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഒക്കെ പറഞ്ഞത്. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ തോന്നണതൊന്നും ശരിയല്ല, അത് തലതിരിച്ചാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം അച്ഛനായാലും അമ്മയായാലും ഒക്കെ ശകാരിക്കുമ്പോഴും വീട് വിട്ട് പോണതും കെട്ടിത്തൂങ്ങി ചാവണയും മക്കളോട് പറയാനുള്ളതാണ് എനിക്ക്. ഇപ്പം ഞാൻ ആ ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന കാരണമാണ് എനിക്കിപ്പോൾ ഈ രീതിയിൽ നിൽക്കാനും സംസാരിക്കാനും പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അച്ഛനമ്മയും ഒരു കാര്യം തന്നു. അന്ന് ഓടിച്ചോടിപ്പോയതുകൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായി. എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കും പോവാനുള്ള ലൈസൻസ്, ഒരാളെ കൂടെ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ലൈസൻസ് എനിക്ക്
കിട്ടിയത് അന്നാണ്. അപ്പോൾ ആ ലൈസൻസ് വെച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ പറഞ്ഞിട്ട് പോകണം, ഇന്ന സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അപ്പേട്ടൻ, ഞങ്ങൾ ചെറിയ ബന്ധുവൊക്കെയാണ്, അദ്ദേഹത്തിന് അവിടെ മദ്രാസിൽ പപ്പട കമ്പനി കട ഒക്കെ ആയിട്ട് വലിയ സെറ്റപ്പാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന്. അപ്പോൾ ഇവർ പോയി ചോദിച്ചു സംസാരിച്ചു, കുഴപ്പമില്ല, പുള്ളീനെ കൊണ്ട് വിട്ടാൽ ഞാൻ കടയിൽ എടുത്തോളൂ, വേറെയുള്ള പണിയൊന്നും ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സന്തോഷമായി, അങ്ങനെ പോയി. അങ്ങനെ മദ്രാസിലേക്ക് പോയി ആദ്യമായിട്ട്. മദ്രാസിൽ ചെന്നിറങ്ങി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കടയിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാണ്. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പോകണം. 4 മണിക്ക് എണീറ്റ് പോയി കഴിഞ്ഞാൽ കൊത്താശാവടി മാർക്കറ്റിൽ, അവിടെ മാർക്കറ്റ് വെളുപ്പിനെ ശാലാവും. അവിടെ പോയി കടയിൽ, സംഭവം കടയിൽ നല്ല പണി തന്നെ, വെറുതെ ഇരുന്നാൽ മതി. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോന്നു. കുറച്ച് കാലം നിന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി, പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ സപ്ലയർ പോയി. അപ്പോൾ അന്ന് സൈക്കിളും ശരിക്കും വലിയ വണ്ടി വന്ന് ശരിക്കും കാലം എത്തില്ല. അപ്പോൾ അപ്പേട്ടനോട് ചോദിച്ചു, സപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഈ പപ്പടം കടയിലേക്ക് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. പക്ഷേ കുറേ ദൂരം ചവിട്ടണം. മദ്രാസ് അന്ന് നല്ല തിരക്കുള്ള സിറ്റി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കൂടെ സൈക്കിളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. സിഗ്നലുകളൊക്കെ ഉണ്ട്. ഈ സിഗ്നലിൽ എന്താണെന്നൊന്നും അറിയാത്ത ഒരാളായ കാരണം കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് കാണണം. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ അവിടെ ഈ സൈക്കിൾ റിക്ഷക്കാരായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ തെറി വിളിക്കലും തല്ലാൻ വരലും, പിന്നെ ഞാൻ ചെറുതാണെങ്കിലും വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവക്കാരനായ കാരണം അങ്ങനെ കശപിശകളൊക്കെ ഉണ്ടാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. എന്തായാലും കുറച്ചു കാലം അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പോരാ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അന്ന് അവിടെ ശമ്പളം അത്ര 150 രൂപ ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാസത്തെ ശമ്പളം കേട്ടോ, ദിവസ ശമ്പളമല്ല. ചിലവൊക്കെ കഴിഞ്ഞിട്ട് 150 രൂപ കിട്ടും. ആഴ്ചയിൽ 5 രൂപ ചായക്കാശ് തരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ. ആ പൈസ ഞാൻ വീട്ടിലേക്ക് അയക്കായിരുന്നു കേട്ടോ. ഈ ശമ്പളം കിട്ടുന്ന പൈസ ഞാൻ വീട്ടിലേക്ക് അയക്കായിരുന്നു. അവിടെ അങ്ങനെ അന്നൊക്കെ ഈ വീട്ടിലേക്ക് കാശ് അയക്കണം അങ്ങനെയുള്ള ചിന്തയൊക്കെ അന്ന് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയിട്ട് പോരാ, കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതത്തിൽ വരണമെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നുള്ള രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് ബോംബെക്ക് പോയത്. ബോംബെക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ എൻ്റെ അമ്മായിയുടെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കേരളത്തിലാണ്. അന്ന് എൻ്റെ ചേട്ടനും ശിവചേട്ടനും അന്ന് ബോംബെയിൽ വൈരകല്ലിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ കേരളപ്പൊക്കെ വെച്ചിട്ടാണ് പോയത്, ചേട്ടൻ്റെ അടുത്ത് കൂടെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ചേട്ടൻ അന്ന് തന്നെ താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അദ്ദേഹം പണിയൊക്കെ പഠിച്ചൊരു ലെവലായിട്ട് വരണതാണ്. ഞാൻ മെല്ലെ അമ്മായിയുടെ മക്കള് സഹദേവേട്ടൻ, പുള്ളി അന്ന് അവിടെ സെറ്റപ്പല്ല, ഭയങ്കര വൈരക്കല്ലിൽ അന്ന് കൊടി കുത്തി വാഴുന്നൊരു പണിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹം തന്നെ എൻ്റെ ആശാനായി. അപ്പോൾ എല്ലാ പണികളും ആൾ പഠിപ്പിച്ചു. വൈരക്കല്ലിൽ പല പണികളും ഉണ്ട്, അതൊന്നും ഈ മീഡിയയിൽ പറയാൻ പറ്റാത്ത അത്ര കാര്യങ്ങളൊക്കെ അന്ന് അവിടെ നടത്തി പോന്നു. കുറേ കാലം അങ്ങനെ ജീവിച്ചു പോകും. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ ഉള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ ബോംബെയിൽ കുറേ കാലം അങ്ങനെ നടന്നു. അതിൽ അവിടെ ഫിലിം ഫീൽഡിലും കുറച്ച് കാലം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടും ഈ ഇതിൽ ആർട്ടിൻ്റെ കൂടെ, അപ്പോൾ അങ്ങനെ പോയി.